കാർത്യായണി അംബികേ ദുർഗദേവി അന്നപൂർണേശ്വരി കടാക്ഷിപ്പൂ നന്മ നൽകിടുവാനായി ഭഗവതിയെ കാർത്യായണി അംബികേ ദുർഗദേവി അന്നപൂർണേശ്വരിയെ കടാക്ഷിപ്പൂ നന്മ നൽകിടുവാനായി ആശ്രയമാരുമില്ല ഭഗവതി അമ്മയല്ലാതെ ഇവർക്ക് ആരിലും നിന്റെ ശക്തി പ്രതിഫലിച്ചാപത്തകറ്റിടണേ. സർപ്പം പാട്ടും പുള്ളുവൻ പാട്ടും ഉത്ഭവിക്കുന്നത് കേരള ഉൽപ്പത്തിയോടനുബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ പരശുരാമൻ അമ്മയെ വധ ചെയ്തതിൻ്റെ ദുഃഖം തീർക്കുന്നതിനും മറ്റതിനും വേണ്ടി തപസ് ചെയ്ത് ത്രിഗുണദേവന്മാരെ തപസ് ചെയ്യും. ശിവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവ് ഇവരെ മൂന്ന് തപസ് ചെയ്ത് ഇയാൾക്ക് പശ്ചാത്താപം വരുമ്പോൾ തപസ് ചെയ്ത് കഴിയുമ്പോൾ പറയും എന്ത് വേണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇതുപോലെ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കണം, ഭൂമി കൊടുത്തിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് മോക്ഷം ഉണ്ടാകുമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മഴു ചുഴറ്റി എറിഞ്ഞ് അത് ഗോകർണം വരെ, ഇപ്പോഴത്തെ ഗോവ വരെയായി. അത്രയും ഭാഗങ്ങൾ കടൽ മാറി കരയായി എന്നാണ് കേരള ചരിത്രം. അപ്പം അതിലേക്ക് ബ്രാഹ്മണരെ കുടിയിരുത്തണമെന്ന് ഉണ്ടായി, എങ്കിൽ മാത്രമേ ശാപം മാറത്തുള്ളൂ. അങ്ങനെ ബ്രാഹ്മണരെ അവിടെ ഈ കര മാറിയ ഭൂമിയിൽ ഇരുത്തിയപ്പോൾ അവർക്ക് വേണ്ടുന്ന ധാന്യങ്ങളും അതും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഇനി കിറ്റ് വിതയ്ക്കുകയോ ബാക്കിയുള്ള ചെയ്യുമ്പോഴോ ഒന്നും ഫലപുഷ്ടി ഉണ്ടാവുന്നില്ല. ബ്രാഹ്മണരുടൻ തന്നെ വീണ്ടും പരശുരാമനെ വിളിപ്പിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനൊക്കുന്നില്ല, ഇതുപോലെ അവന് ഉപ്പുരസം കാരണം ഈ ഭൂമിയിൽ ഒന്നും വിളയുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഉടൻ തന്നെ പരശുരാമൻ അദ്ദേഹത്തെ ശിവനെ തപസ് ചെയ്യും. ശിവൻ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ മൂന്ന് ദേവന്മാരും മഹാവിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ ഇവരോട് ചോദിക്കുമ്പോൾ പറയും അങ്ങനുണ്ടെങ്കിൽ അവസാനം ശിവൻ അത് പറയും, എൻ്റെ കഴുത്തേൽ കിടക്കുന്ന നാഗങ്ങളെ ഞങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു തരാമെന്ന് പറയും. അങ്ങനെ ഭൂമിയിലേക്ക് ഈ നാഗങ്ങളെ വാസുകി, അനന്തൻ, തക്ഷകൻ മുതലായ നാഗങ്ങളെ മൊത്തം ഈ ഭൂമിയിലേക്ക് പരശുരാമൻ അയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതുങ്ങൾ വന്ന് ഇതിൻ്റെ ഉച്ഛ്വാസമായി കൊണ്ട് ഉപ്പുരസം മാറിയിട്ട് ഫലപുഷ്ടമാവും. അപ്പോൾ അതിനെന്ത് വേണമെന്നും കൂടെ പരമശിവൻ പറയും. ഇതുവരെ തെക്ക് മുതൽ വടക്ക് വരെ കന്യാകുമാരി മുതൽ ഗോകർണം വരെ ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറയും. അങ്ങനെ ആദിമൂലം വെട്ടിക്കോട്, ഇന്ന മണ്ണാറശാല, പാമ്പുമേക്കാവ്, തൃപ്പാറ, അഭയന്നൂർ, നാഗംകുളങ്ങര, അങ്ങനെ കന്യാകുമാരി, നാഗർകോവിൽ മുതൽ വടക്കേ അറ്റം വരെ സർപ്പങ്ങളെ പ്രതിഷ്ഠിക്കും. അപ്പോൾ പ്രതിഷ്ഠിച്ച് അവിടെ എല്ലാം ഓരോ ബ്രാഹ്മണ കുടുംബത്തിനും അവകാശങ്ങൾ കൊടുക്കും. ഇതിനെ പൂജിക്കാനുള്ളതും നിത്യനിവൃത്തി നടത്താനുള്ളതും കാര്യങ്ങളെല്ലാം പരമശിവനാൽ ഈ ഭാർഗവരാമൻ പറഞ്ഞു കൊടുക്കും. പ്രസാദിക്കണം പാടി സർപ്പദോഷം വീണമേ വെട്ടിക്കോട് നാഗേക്ഷ്യം ദേവനക്ഷത്രം ധരിച്ച സുജാതയെ സന്തതിക്ക് വേണ്ടി പാടിക്കുന്നേ, ഒമനെ സന്തതിക്ക് വേണ്ടി പാടിക്കുന്നേ, ദോഷം വീണമേ, കൃതങ്ങൾ വീണമേ, നെല്ലും മണ്ണും മർദ്ദനയുണ്ടാകണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ പാടി സ്തുതിക്കണം. അങ്ങനെ നാരദനോട് പറയും. അങ്ങനെ നാരദ കൈലാസ വീണ കേട്ട് നാഗങ്ങൾ വരണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീണ കൊടുത്തിട്ട് അതിൽ നിന്നും ദർപ്പപ്പുല്ല് വിരിച്ചെടുത്ത് അതിൽ നിന്നൊരു സ്ത്രീയെയും പുരുഷനെയും ഉത്ഭവിക്കുക. അവരാണ് പുല്ലിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് പുല്ലോത്ഭവന്മാരെന്നും
പിന്നെ ലോപിച്ച് പുള്ളുവൻ ആയതും. പരമേശ്വരനുണതിരുമകനാകിയ കരിവരമുഖവൻ ഗണപതി ഭഗവാൻ പരിചോടെനിക്ക് സ്തുതിയിൽ വരും ഗുരുവര കൃപയാൽ തീർത്തരുളിയിടുക. പരമേശ്വരനുടെ തിരുമകനാകിയ കരിവരമുഖൻ ഗണപതി ഭഗവാൻ പരിചൊടെനിക്ക് സ്തുതിയിൽ വരും പിഴ ഗുരുവര കൃപയാൽ തീർത്തരുളേണേ. പങ്കജമതിൽ നിന്നൻപൊടു വിലസും പങ്കജമുഖിയാം വാണി സരസ്വതി എങ്കൽ വരും പിഴ തീർത്തരുളിയിടുക. പങ്കജമുഖി നീ വാഴുക. അതുപോലെ തന്നെ അവരുടെ വരപ്രസാദത്തിന് വേണ്ടി മുഴുവന്മാർ കളം വരച്ച് അതിന് നൂറുംപാല് കൊടുത്ത് പ്രസാദിപ്പിച്ച് പാട്ട് പാടി ഉണർത്തി അതുങ്ങളെ തിരിച്ചയക്കുന്നതും കേരളത്തിലുണ്ട്. പങ്കജമുഖി നീ വാഴുക നാവിൽ ആരുള്ളൻ നിഗഭാരതിലൊരു പാരം തിങ്ങി വിളങ്ങി വസിപ്പു നാരായണനല്ലാതിൽ. പിന്നെ ഇതിൽ പലതരം പാട്ടുകളുണ്ട്. സർപ്പങ്ങളെക്കുറിച്ചുള്ള പാട്ടുകളുണ്ട്, അവരുടെ തോറ്റം പാട്ടുകളുണ്ട്, ഇതിൽ ഉൽപ്പത്തിയെക്കുറിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പുള്ളവന്മാരെന്നും എല്ലാ പ്രദേശങ്ങളിലും ഇത് ചെയ്യുന്ന വലിയ കാരണവന്മാരുണ്ട്. അവരാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും തറവാടുകളിലും ഇതെല്ലാം നടത്തിക്കുന്നത്. മനസ്സറിയാതെ സർപ്പങ്ങളോട് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തു പോയെങ്കിൽ അത് കാവ് വെട്ടിത്തെളിക്കുകയോ പൂവ് കളയ്ക്കുകയോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും ദുരിതങ്ങളും മാറുവാൻ വേണ്ടി നമ്മൾ സർപ്പം പാട്ട് നടത്തുന്നു. അതിന് സർപ്പം പാട്ട് മാത്രമല്ല കളവെഴുതി പൂജ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കേരളത്തിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് വെട്ടിക്കോട്ട് ശ്രീ നാഗരാജാവ് ക്ഷേത്രം. ഇവിടെ വന്ന് പിന്നെ ഏത് മാറാവ്യാധികളും മാറ്റുന്ന ഇതാണ്. പിന്നെ നമുക്ക് ആദികളും വ്യാധികളും എല്ലാം മാറും. ഈ സർപ്പം പാട്ടെന്ന് പറയുന്നത് ചെറുപൊടി വ്യാധി വെളുപ്പുട് കുഷ്ഠം കണ്ണട് കൊണ്ട് മഹാരോഗങ്ങളെ വിളിക്കുന്നതാണ്. ഭഗവാന്റെ നാമധേയത്തിൽ പറഞ്ഞ 4 പേരും പറഞ്ഞു. അങ്ങനെയാണ് ഐതിഹ്യം. ഞങ്ങൾ മാത്രമാണ് ഇതിന് അവകാശികൾ ഉള്ളവന്മാർ. സർപ്പം പാട്ട് ഞങ്ങളുടെ ജന്മവേദാണ്. പരമതിൽ മാൻകിടാവും അണിഞ്ഞിട് ശംഭുദേവ തൊഴുന്നേ. മുപ്പുരാരേ സുരേശ പരബ്രഹ്മമൂർത്തേ ജഗൽ നിവാസം സർപ്പാകുലാവരേണ ഭവാനിവർ കൊറ്റു തുണച്ചിടേണേ. മുപ്പുരാരേ സുരേശ പരബ്രഹ്മമൂർത്ത ജഗൽ നിവാസ. വീണ എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളെ പാടി സ്തുതിക്കുന്നതിന് വേണ്ടി ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ നാരദൻ്റെ കയ്യിൽ നിന്നും മേടിച്ചതാണ് ഈ നാഗവീണ. ഉള്ളവൻ ഉപയോഗിക്കുന്നത് നാഗവീണ എന്നാണത് പറയുന്നത്. ഇത് പുരുഷന്മാരാണ് ഉപയോഗിക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അത് പാൽ വൃക്ഷത്തിൻ്റെ തടിയിൽ നിന്നുമാണ് അത് ഉണ്ടാക്കുന്നത്. തുകൽ എന്ന് പറയുന്നത് ഉടുമ്പിൻ്റെ പോലെ. പിന്നെ അതിൽ ഇട്ടേക്കുന്ന സ്ട്രിങ് അഥവാ വള്ളി എന്ന് പറഞ്ഞാൽ അത് മലയമൃതിൻ്റെ നാര് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞങ്ങളുടെ സമുദായക്കാർ മാത്രമാണ് അത് ചെയ്യുന്നത്, മറ്റുള്ളവരാരും അത് ചെയ്യാറില്ല. കുടവും വീണയും എല്ലാം അത് തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ വായിക്കുന്നതും ആ വീണ മീട്ടുന്ന ആ കോൽ എന്ന് പറഞ്ഞതും ഇത് പറഞ്ഞ മലയമൃതിൻ്റെ നാര് കൊണ്ട് എടുക്കുന്നതാണ്. പിന്നെ കുടം, അത് മൺകുടമാണ്. മൺകുടം സ്ത്രീകൾ ഉപയോഗിക്കുന്നത് കുടമാണ്. അത് മൺകുടമാണോ അതിൽ നമ്മൾ തുകല് വെച്ച്
വലിഞ്ഞ് ഉറുക്കി അതിൽ നാരുപയോഗിച്ച് അത് വേറൊരു ഇതുമായി ബന്ധിപ്പിച്ച് അതിൽ കുത്തുമ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നത്. അത് ഭൂമിയിലേക്ക് പതിക്കുകയാണ്. ആ കുടത്തിൻ്റെ വായെന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് പതിക്കും. അപ്പോൾ അതിൽ നിന്നും പ്രകമ്പനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇത് കേട്ടാണ് നാഗങ്ങൾ ഉണരുന്നത്. ദക്ഷിണ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങളിലായാലും വീടുകളിലായാലും നമ്മൾ നാഗങ്ങളെക്കുറിച്ച് പാടി അവരെ വളർത്തി വഴിപാട് പാട്ടുകൾ പാടുമ്പോൾ ഭക്തജനങ്ങൾ തരുന്ന ദക്ഷിണയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇന്നും ക്ഷേത്രങ്ങളിലെ കാണുന്ന ആചാരം എല്ലായിടത്തും തന്നെ, എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും എല്ലാം നമ്മൾ പോയി പാടുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ ദക്ഷിണയായിട്ട് നമുക്ക് തരും. നമ്മളത് സ്വീകരിക്കും. അതേപോലെ തന്നെ മറ്റു ചടങ്ങുകൾക്ക് അതേപോലെ തന്നെ ഇപ്പോഴും ഉള്ളവന്മാരുടെ കുടുംബങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിയുന്നത്. ഏഴാം വയസ്സ് മുതൽ ആൺകുട്ടികളെ ഇത് പഠിക്കുന്നു തുടങ്ങും. വീണ വായന അങ്ങനെ 7 വയസ്സ് മുതൽ പഠിപ്പിച്ച് 9 വയസ്സാകുമ്പോഴത്തേക്ക് അതുങ്ങളുടെ വേറെ കർമ്മങ്ങളൊക്കെ അതൊക്കെ ആയി. പിന്നെ 11ാം വയസ്സ് മുതൽ അവർ ബാക്കി കാര്യങ്ങളിലേക്ക് ഏർപ്പെടും. ഞങ്ങളുടെ കൂടെ തന്നെ പൂജാതി കർമ്മങ്ങളും ബാക്കി പാട്ടിലും എല്ലാം ഏർപ്പെടുകയാണ്. പുതിയ തലമുറ ഇതൊരു പാരമ്പര്യ കലാരൂപം എന്നൊരു പാരമ്പര്യമായി കിട്ടിയ ഒരു ഈശ്വര ഇതായിട്ട് പുതിയ തലമുറ പഠിച്ച് ഇതിൽ ഇപ്പം കൂടുതൽ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ പാടുന്ന പുതിയ പുതിയ തലമുറകളാണ്. എങ്കിൽ പോലും പണ്ടിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഇപ്പോഴായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ സമുദായങ്ങൾ വീടുകളും കുറവാണ്. അപ്പം അതിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മക്കത്തായം അനുസരിച്ച് ഓരോ ക്ഷേത്രങ്ങളിൽ ഇപ്പം എല്ലാ കുട്ടികളും ഞങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. അവർ പോകുന്നതും അപൂർവമായിരുന്നു പണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് എല്ലാവരും പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് എല്ലാ സർപ്പക്കാവുകളിലും ക്ഷേത്രങ്ങളിലും സർപ്പാരാധനാതലങ്ങളിലൊക്കെ സർപ്പക്കളവെഴുത്തും പാട്ട് നടത്തുന്നുണ്ട്. ഇന്ന് സർപ്പക്കാവുകളെന്ന് പറഞ്ഞാൽ കുടുംബക്കാവുണ്ട്. അവിടെ ഒരു നേരത്തെ പാലും പൂജ നടത്തുന്ന വീടുകളുണ്ട്. പിന്നെ ഒരു ദിവസം നടത്തുന്നുണ്ട്, 9 ദിവസം നടത്തുന്നുണ്ട്, 5 ദിവസം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ കഥയുടെ ഈ പാരമ്പര്യത്തിൻ്റെ കലാരൂപം അങ്ങനെയാണ്. അപ്പോൾ അത് ഒരു ദിവസമാണെങ്കിൽ 3 കടങ്ങൾ. രാവിലെ ഭസ്മക്കടം, ഈ ഒറ്റ പൊടി കൊണ്ടുള്ള കടം, ഉച്ചയ്ക്ക് പഞ്ചവർണ്ണം കൊണ്ടുള്ള 5 പൊടികളുള്ള കടം, രാത്രിയുടെ അതുപോലെ തന്നെ 5 കേസുള്ള ആരായവൻ്റെ കടം വൈകിട്ട് ഇടുക. കടം മൂടി ആദ്യമായിട്ട് കടം വസ്ത്രം, വെള്ള വസ്ത്രം കൊണ്ട് മൂടി, ശുഭ്രവസ്ത്രം കൊണ്ട് മൂടി പ്രതിമയിൽ നവാഹിച്ചുകൊണ്ട് കഥയവരെ, അതാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പോൾ ശുഭ്രവസ്ത്രം, വെള്ള വസ്ത്രം കൊണ്ടാണ് നമ്മൾ കടം മൂടുന്നത്. കടം മൂടിയിട്ട് അതിന് പൂജ നടത്തുക. പഞ്ചവർണ്ണ പൂജയാണ് നമ്മൾ 5 പൂജകൾ നടത്തുന്നത്. പിന്നെ ധൂപം, ദീപം, പുഷ്പം, ഗന്ധം ഇങ്ങനെയുള്ള 5 പൂജകളാണ് നമ്മൾ നടത്തുന്നത്. കടം പൂജ നടത്തി കഴിയുമ്പോൾ ആ കളത്തിന് ജീവനും പ്രാണനും ഉണ്ടാവും എന്നാണ് സങ്കല്പിക്കുന്നത്. 10 വയസ്സ് താഴെയുള്ള ബാലികമാർ, അവരെയാണ് കന്യകമാരായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അങ്ങനെ 3 പേര്, അതല്ലെങ്കിൽ 5 പേര്, അല്ലെങ്കിൽ 11 പേര്, ഇങ്ങനെയാണ് ഈ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന. അതായത്
പണിയാളികൾ. അപ്പോൾ ഈ പണിയാളികൾക്ക് നമ്മുടെ കർമ്മമെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പുഷ്പമൊക്കെ വാരി കിണത്തിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം യഥാസ്ഥാനങ്ങൾ കളത്തിനകത്ത് നമ്മൾ യഥാസ്ഥാനങ്ങളിൽ സ്ഥാനം കൊടുത്തിട്ട് പൂക്കര കൊടുത്ത് അങ്ങനെ നമ്മുടെ സ്തുതി പാടില്ല. സർപ്പസ്തുതി പാടി കഴിയുമ്പോൾ അവർ പിന്നെ മേളവും എല്ലാം ആയി കഴിയുമ്പോൾ അനുഗ്രഹം ഉണ്ടാവും. ഒരു അനുഗ്രഹം ഉണ്ടായാണ് കളം അഴിക്കുന്നത്. സർപ്പദേഹങ്ങൾ അവരരി ദേഹത്ത് അവർ ദേഹത്ത് പണിയാളുകൾ അവർ ദേഹത്ത് വന്നിട്ട് ആ ചൈതന്യം അവരെ കാണിക്കുകയും അന്നേരം നമ്മൾ ആർപ്പുകളെയും മേളവും വരവയും പിന്നെ അഭിഷേകങ്ങളൊക്കെ നടത്തി അവരെ പ്രീതിപ്പെടുത്തിയാണ് ആ കുടുംബത്തിൽ അങ്ങനെയുള്ളൊരു ചടങ്ങ് നടക്കുന്നത്. ഇത് നടത്തുക എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിലുള്ള സന്താനങ്ങൾക്കെല്ലാം ഐശ്വര്യവും സമ്പത്തും രോഗദുരിതങ്ങളെല്ലാം മാറി, ത്വക്ക് രോഗങ്ങൾ, കണ്ണ് രോഗങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം മാറി അവർക്ക് നല്ല ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സർപ്പോത്സവം നടത്തുന്നത്. ഓരോ കുട്ടികളായാലും ഓരോ ക്ഷേത്രങ്ങളായാലും. പഞ്ചവർണ്ണ പൊടി കൊണ്ടാണ് ഈ കണം വരയ്ക്കുന്നത്. അത് യഥാർത്ഥ കാര്യങ്ങളാണ്, അല്ല ഈ മായങ്ങളൊന്നുമില്ല. അരിപ്പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഓടുപൊടി, മാടോട് പൊടി, ഓടുപൊടി, അത് പിന്നെ മഞ്ചാടി ഇലയുടെ ഉണക്കിയെടുത്ത് ആ പൊടി, പിന്നെ ഉപകരിച്ചത് പൊടി, അങ്ങനെ 5 വർണ്ണ പൊടികളാണ് ഈ കളക്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ പിന്നെ വ്യാജമായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാറില്ല. ഈ 5 വർണ്ണ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് ഈ ചുവപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ രക്തത്തെ കാണിക്കുന്നതും മറ്റേ പിന്നെ വെള്ളയെന്ന് പറഞ്ഞാൽ മജ്ജയെ സങ്കല്പിക്കുന്നതും അങ്ങനെയുള്ള ആ 5 വർണ്ണ പൊടികളാണ് ഈ കളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 5 വർണ്ണം കൊണ്ട് ഈ കളങ്ങൾ വരയ്ക്കുകയും 5 വർണ്ണ പൊടി കൊണ്ട് കളങ്ങൾ വരച്ചിട്ട് ഈ അതിന് കരി കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ കളത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. കരി വരച്ച് കഴിയുമ്പം കളത്തിൽ അതാണ് മഞ്ഞപ്പൊടി. ഈ 5 വർണ്ണ പൊടിയും ആ പൊടി കൊണ്ടാണ് നമ്മൾ കളയുന്നത്. അല്ലാതെ നമ്മൾ ചിന്തോരോ കുങ്കുമോ അതൊന്നും ഉപയോഗിക്കാറില്ല. ചെയ്യുന്നത് കൊണ്ട് കുടുംബത്തിന് സന്തതി ഉണ്ടാകുന്നതിന് വേണ്ടി, ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, മംഗല്യദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചെയ്യുന്നത് കൂടി അത് വലിയ ചടങ്ങാണ്. അത്രയും ആൾക്കാർ ആ കുടുംബാംഗങ്ങളും എല്ലാ ക്ഷേത്രത്തിലുള്ളവരും വ്രതം നിന്ന് ഇത് അനുഷ്ഠിച്ചു പോരുന്നു. അപ്പോൾ അനുഷ്ഠാനമായി ഇന്നും അത് ഞങ്ങളുടെ മുൻതലമുറ ചെയ്യുന്നതിന് ആ അനുഷ്ഠാനം ഇന്നും തുടർന്നു പോകുന്നു.